ഓം ശാന്തി. ഇന്ന് ഒരു കർഷകൻ്റെ അനുഭവകഥയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു നല്ലവനായൊരു കർഷകനുണ്ടായിരുന്നു. തൻ്റെ കഠിനാധ്വാനം കൊണ്ട് തൻ്റെ കുടുംബത്തിന് തനിക്കാവുന്ന എല്ലാ സന്തോഷവും സുഖവും കൊടുത്തിരുന്ന നല്ല കർഷകൻ. ഒരു മകനും അയാളും ഭാര്യയും കൂടിക്കൊണ്ട് ഒരു കൊച്ചു വീട്ടിൽ സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചു കൊണ്ടിരുന്നു. അയാൾക്കൊരു സ്പെഷ്യാലിറ്റി, അയാൾ അന്നന്നത്തെ തൻ്റെ അധ്വാനത്തിൽ തനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എപ്പോൾ ലാഭം കിട്ടുന്നോ അതിൽ ഒരു ഭാഗം തീർച്ചയായിട്ടും മറ്റാളുകളെ സഹായിക്കാൻ വേണ്ടി എന്നും കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അയാൾക്ക് എന്ന് കരുതി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊന്നും അയാൾ കണ്ടിട്ടില്ല. കുറേ സുഖ സൗകര്യങ്ങളും സാധനങ്ങളും വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. തൻ്റെ നിത്യമുള്ളതായിരിക്കുന്ന കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും കൊച്ചാഗ്രഹങ്ങളും തൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ അയാളെ കൊണ്ട് സാധിച്ചിരുന്നു. വലിയ രോഗങ്ങളോ കഷ്ടങ്ങളോ ഒന്നും ആ കുടുംബത്തിനെ അലട്ടിയിരുന്നില്ല. അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാളിൽ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോവും. അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു കൊച്ചു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ദിവസവും ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും ഒരു 10 മിനിറ്റെങ്കിലും മനസ്സുരുകി പ്രാർത്ഥിച്ച ശേഷം തൻ്റെ കർമ്മങ്ങളിലേക്ക് പോവുകയും അദ്ദേഹം ചെയ്യുമായിരുന്നു. ഒരിക്കൽ നാട്ടിലെല്ലാവർക്കും ഒരു പകർച്ചവ്യാധി വന്നു. ആ പകർച്ചവ്യാധി ആ കർഷകൻ്റെ മകനെയും ബാധിച്ചു. നാട്ടിൽ അതിനുള്ള ചികിത്സ കിട്ടാതായി നഗരത്തിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ കുട്ടിയെയും കൊണ്ട് പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു 10,000 രൂപയെങ്കിലും വേണം ആ കുട്ടിക്ക് ആ ചികിത്സ നടത്താനും ആ ഹോസ്പിറ്റലിൽ നിൽക്കാനും. അയാൾ മിച്ചം വെച്ച എല്ലാ പൈസയും തൻ്റെ പേഴ്സിനെടുത്ത് എണ്ണി നോക്കി. ഒരു 2,000-3,000 രൂപ വേണമെങ്കിൽ ഉണ്ടാവുമായിരിക്കും, അതിനേക്കാൾ കൂടുതൽ പൈസയില്ല. വല്ലാണ്ട് വിഷമമായിപ്പോയി. എനിക്ക് എവിടെ നിന്ന് പൈസ കിട്ടും? ആരോട് ഞാൻ പോയി ചോദിക്കും? ദാനമായി കൊടുത്ത അല്ലെങ്കിൽ സഹായിച്ച ആളുടെ അടുത്ത് പോയി എനിക്ക് തിരിച്ചു തരൂ എന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. ഞാൻ ആരോട് പോയി ചോദിക്കണം? എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ മകൻ കിടത്തിയ മുറിയുടെ പുറത്ത് ഇട്ടിട്ടുള്ളതായിട്ടുള്ള കസേരയിൽ വന്നിരുന്നുകൊണ്ട് അറിയാണ്ട് കരഞ്ഞപ്പോൾ കുറച്ച് ഉറക്കിയായിപ്പോയി ആത്മകഥ. ഇത്രയൊക്കെ ഞാൻ എന്നും എല്ലാവരെയും സഹായിച്ചിട്ട് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കുകയും ആ അവസ്ഥയിലൊരു സഹായി എനിക്കില്ലാണ്ടാവുകയും ചെയ്തല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് അയാൾ കരയുകയാണ്. ഡോക്ടർമാരാവുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് ചെറുതായ രീതിയിലൊക്കെ ചികിത്സ നടക്കുന്നുണ്ട്. അയാൾക്ക് ആ കുട്ടിക്ക് വേണ്ട പൂർണ്ണ ചികിത്സ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസ അത്യാവശ്യമാണ്. ദിവസവും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തൊരു 4-5 ദിവസം ആവാനായി അയാളുടെ ഭാര്യ അതിൻ്റെ അടുത്ത് ഒരു കൊച്ചു ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടും ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ആ കർഷകൻ്റെ മനസ്സിൽ ഈശ്വരനോടുള്ള വിശ്വാസമൊക്കെ ഏതാണ്ട് പോയ പോലെയായി. എന്നും പ്രാർത്ഥിച്ചു, എന്നും ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ടു. എന്നിട്ട് എൻ്റെ കുട്ടിക്കൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാണ്ടായി പോയില്ലേ എന്നുള്ള വിഷമം അയാളുടെ മനസ്സിനെ വല്ലാണ്ട് ഭരിച്ചു. അയാൾ ക്ഷേത്രത്തിൽ പോയില്ല, പ്രാർത്ഥിച്ചില്ല. അപ്പോൾ 2-3 ദിവസം ഇയാൾ പുറത്ത് വന്നിരുന്ന് കരയും. ഞാൻ ആരോട് പൈസ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് 2-3 ദിവസം കടന്നുപോയി. 4-ാമത്തെ ദിവസം രാവിലെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ സമയത്ത് ആ നാട്ടിലെ ഒരു സേട്ട് അവിടെ തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സേട്ട് ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഹോസ്പിറ്റലിന് മുന്നിലുള്ള വരാന്തയിലിരുന്ന് കരയുന്നത് ഞാൻ കേട്ടു. അന്ന് എൻ്റെ ഭാര്യനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എൻ്റെ ഭാര്യയുടെ അവസ്ഥയിൽ എനിക്ക് നിങ്ങൾക്ക് സഹായിക്കാനൊന്നും പറ്റുന്നൊരു മൂഡായിരുന്നില്ല. വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തേ. പിന്നെ ഇനി വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങളെ കാണാനുള്ള ഒരു സമയം എനിക്കുണ്ടായില്ല. എന്തായാലും ഇവിടെ വെച്ച് ഞാൻ കണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, തൽക്കാലം ഞാൻ ഈ പൈസ തരാം. നിങ്ങൾക്ക് ഇനി വല്ല ആവശ്യം വരികയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സഹായിക്കാനായിട്ടുള്ള ഇഷ്ടമുള്ള ആളാണ് ഞാൻ. നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ സമീപിച്ചോളൂ, വിഷമിക്കണ്ടെന്ന് പറയും. അപ്പോൾ ഈ ഭാര്യ പറയും, ഈ 10,000 രൂപ അങ്ങ് തന്നത് തന്നെ വലിയ അനുഗ്രഹമായി. എൻ്റെ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടതായിട്ടുള്ള പൈസ അതെനിക്ക് ഭഗവാൻ ഇന്ന് ഇവിടെ തന്നു കഴിഞ്ഞു. എന്തായാലും അങ്ങനെ അഡ്രസ്സ് എനിക്ക് വേണ്ട. ഇന്ന് എനിക്ക് ഈ പൈസ തന്ന ഭഗവാൻ ഉണ്ടല്ലോ, ഇനി ഒരിക്കൽ വേണമെങ്കിലും ആരെയെങ്കിലും ഇവിടെ കൊണ്ടു തന്നോളും, അതുകൊണ്ട് അഡ്രസ്സ് അങ്ങ് വെച്ചോളൂ, അങ്ങേക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം വരുന്ന സമയത്ത് കരയാനും വിഷമിക്കാനും മാത്രം നിൽക്കാതെ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരിക്കലും മടുക്കാതെ ചെയ്യുക. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ കഷ്ടം വരുന്ന സമയത്ത് ആ കഷ്ടം ഒരുപക്ഷെ നാളെ നല്ലൊരു സുഖം തരാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ പുണ്യം അനുഭവിപ്പിക്കാൻ വേണ്ടിയോ വരുന്നതായിരിക്കും. മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യേണ്ട കർമ്മം നിരന്തരമായിട്ട് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് അതിജീവിക്കാനുള്ള ശക്തി സമയത്ത് ഭഗവാന്റെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും.
കൊടുത്തതൊരിക്കലും പാഴായി പോവില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് നമുക്ക് വന്നു ചേരും. പക്ഷേ അത് ഇന്ന നിമിഷേ കിട്ടണം, ഉടനെ കിട്ടണം എന്ന് വാശി പിടിക്കാതെ, മനസ്സ് മടുക്കാതെ നിങ്ങളുടെ കർമ്മം നന്നായി ചെയ്യൂ, നമ്മുടെ പരിശ്രമം പൂർണ്ണമായിട്ട് ചെയ്യൂ. തീർച്ചയായിട്ടും ഭഗവാന്റെ സഹായം. ഭഗവാന്റെ വീട് പറയാറുണ്ട്, ഭഗവാൻ കാ ഘർ ധേർ ഹേ ലേക്കിൻ അന്ധേർ നഹി എന്ന്. ഭഗവാന്റെ തീരുമാനം വൈകിയേക്കാം, പക്ഷെ ഒരിക്കലും അത് അന്ധതയല്ല എന്ന്. അതുകൊണ്ട് ഒരിക്കലും തെറ്റായ തീരുമാനം ഈശ്വരൻ്റെ കോടതിയിൽ നിന്നുണ്ടാവില്ല. കുറച്ച് എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോഴത്തേക്കും എനിക്കിങ്ങനെയായി എന്ന് മനസ്സ് മടുക്കാതെ സ്വന്തം കർമ്മം നിരന്തരമായി ചെയ്യൂ. നിങ്ങളുടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കൂ. നിങ്ങൾക്ക് വേണ്ട ഫലം സമയത്ത് വന്ന് ചേരുക തന്നെ ചെയ്യും. ഈ രീതിയിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.